രാവിലെ ആയത് അറിഞ്ഞതേ ഇല്ലേ. രാത്രി എങ്ങനെ കടന്നുപോയി. കുറേ തമാശയും കളിയും ചിരിയായിട്ട് ഒരു 2-3 മണിയും കണ്ടായപ്പോഴാണ് ചെറുതായിട്ടൊന്ന് മയങ്ങിയത്. മയങ്ങി എണ്ണീറ്റപ്പോഴോ വെളിയിലെ നല്ല നല്ല കാഴ്ചകൾ അതും കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇവളുമാരെല്ലാം എണ്ണീറ്റിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എന്നെ ട്രോളിക്കൊണ്ടിരിക്കുന്നത് കേട്ടോണ്ടാണ് ഞാൻ എണ്ണീറ്റത് തന്നെ. കാരണം ഇവരൊക്കെ കൊച്ചു ഉൾപ്പം കാലത്തെ എണ്ണീറ്റുന്നേ. ഞാനാണെങ്കിൽ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് എണ്ണീറ്റത് തന്നെ. ഞാൻ എണ്ണീറ്റ് പിന്നെ മുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ടാണ് പിന്നെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഞാനപ്പോൾ സോനിയോട് പറഞ്ഞ്, എടി വിശക്കുന്നു, നിനക്ക് വിശക്കുന്നു എന്ന്. അപ്പം അവൾ പറഞ്ഞു വിശക്കുന്നില്ല. പക്ഷേ എന്താണെന്നറിയത്തില്ല, എനിക്ക് ചെറിയ രീതിയിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ഏതോ ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോഴത്തേക്ക് ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. പക്ഷെ ഞങ്ങളൊന്നും മേടിച്ചില്ല. ഇനി എന്തായാലും 9 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചു. നന്ദപ്പന് ചെറിയ രീതിയിലൊരു തുമ്മൽ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ മരുന്നങ്ങ് കൈയോടെ കൊടുത്തു. കാരണം തുമ്മൽ കൂടണ്ട, തുമ്മൽ കൂടി കുട്ടിയാലും ബാക്കിയാലോ എന്ന് ഓർത്ത് അതെല്ലാം കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്തായാലും വിശക്കുന്നെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് കഴിക്കാം. അപ്പോഴല്ലേ ഇവരിരുന്ന് ഭയങ്കര ചിരിയാണ്. ഞാൻ കഴിക്കാൻ എടുക്കുന്നത് പോലെയാണ്. പക്ഷെ അല്ല, നന്ദുവിനും കുഞ്ചിക്കുമാണ് ഞാൻ ഈ ഏത്തക്ക എടുത്തത്. പക്ഷെ കുഞ്ചിന് വേണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ കഴിച്ചാൽ അവൾക്ക് ഛർദ്ദിക്കുമെന്ന്. നന്ദൻ പിന്നെ കുഴപ്പമില്ല, എന്ത് കൊടുത്താലും കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാനത് പൊളിച്ച് അവൾക്ക് കുറച്ച് ഏത്തക്ക എടുത്ത് ഇടയ്ക്ക് എൻ്റെ വായിലോട്ട് ഏത്തക്ക പോകുമെന്ന് പറഞ്ഞാണ് ഇവരെന്നെ കളിയാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ എൻ്റെ വായിലോട്ട് ഏതൊക്കെയാ പോയാലും ഞാനും ഒരു കുട്ടിയില്ലേ, എനിക്കും വിശപ്പും ദാഹമൊക്കെ ഇല്ലേ? അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും 9 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തും, അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അടുത്ത് പ്രത്യേകിച്ച് കുട്ടികളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അവർക്കൂടെ നമുക്ക് കൊടുക്കാമായിരുന്നു. പിന്നെ ഇവനിരുന്ന് എന്തിനായിരുന്നു ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ അത് പോട്ടെ, ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, നമ്മളൊരു വഴിക്ക് പോവല്ലേ. ഇവർ നല്ല കമ്പനിയായിരുന്നു. അപ്പുറത്തെ സീറ്റിലിരുന്ന് അവരൊക്കെ അത്യാവശ്യം നമ്മൾ ചെറുതായിട്ട് അവരെനിക്കൊന്നൊരു 1:30-2 മണിക്കെങ്ങാണ്ടാണ് കയറി വന്നപ്പം ഒന്നും മിണ്ടിയില്ല. പിന്നെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് നല്ല കൂട്ടായി പോകാൻ നേരം അവർക്ക് ടാറ്റേ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പിന്നെ എന്താ ട്രെയിൻ എത്താത്തേന്ന് പറഞ്ഞുള്ള ആശങ്കയിലായിരുന്നു ഞങ്ങളെല്ലാവരും. നന്ദു ആണെങ്കിൽ ഇരിക്കത്തില്ല, ചെറിയ രീതിയിലുള്ള മൂശാട്ടി എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോരം കൃഷിഭൂമികളല്ലേ, ഇവിടെ നിന്നിങ്ങനെ ഇത്രയും വൃത്തിയായിട്ടുള്ള ഈ കൃഷിഭൂമികൾ കണ്ടിരിക്കുകയാണ്. കണ്ണെടുക്കാനേ തോന്നില്ലായിരുന്നു, അത്ര സൂപ്പറാണ് പ്രകൃതി രമണീയമായ കൃഷിഭൂമികൾ. പിന്നെ ഈ വെയിലത്തൊക്കെ നിന്ന് പണി ചെയ്യുന്നവരെ നമുക്ക് സമ്മതിച്ചു കൊടുക്കണം. ഞങ്ങളിങ്ങനെ വന്നപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഈ വെയിലത്തിൽ നിന്ന് കിളയ്ക്കുന്നതൊക്കെ കണ്ടേ. ഇവർക്കിവിടെ വെയിലും ചൂടൊന്നും ഒരു പ്രശ്നമേ അല്ലെന്ന് തോന്നി. ഇവിടുത്തെ വീടുകളും അതുപോലെ തന്നെ കൊച്ചു വീടുകൾ. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പെത്തി. പിന്നെ അവരോട് ടാറ്റേ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലോട്ടെത്തി. അത്യാവശ്യം നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ, വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇവിടുന്ന് നമ്മളെന്തായാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ആദ്യം നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കുറേ ഓട്ടോക്കാരൊക്കെ നമ്മളെ വിളിക്കും, വാ ടാക്സിക്കാരും വാ, ഞങ്ങൾ കൊണ്ടുപോകാം, അധികം പൈസ ഇല്ലെന്ന് പറയും. പക്ഷെ നമ്മൾ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് ഈ കോലം കണ്ടില്ലയോ, അതിൻ്റെ ഭംഗി കണ്ട് ഞാൻ എടുത്തതാണ്. ഈ പൂജ ഹോട്ടൽ എന്ന് പറയുന്നത് പ്യുവർ വെജാണ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയപ്പം അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നി. മേളിലാണ് ഞങ്ങളെല്ലാവരും ഇരുന്നത്, അതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാമല്ലോ. നന്ദനാണെങ്കിൽ പൊറോട്ട കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്തായാലും പൂരി മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ വയറ് കറക്റ്റ് നിറച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ അവൾ ചെറിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കും. ഇവിടെ പിന്നെ പ്ലേറ്റും കാര്യങ്ങളൊന്നുമല്ല, ഇലയിട്ട് നമുക്ക് ഫുഡ് തരും. ആ ഒരു സമ്പ്രദായം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്ദപ്പന് വലിയ 2 പൂരിയും, ബാക്കിയെല്ലാം ഞങ്ങൾ ദോശയാണ് മേടിച്ചത്. പക്ഷേ ഇവിടെ പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ സാമ്പാറും ചമ്മന്തിയും, എൻ്റെ പൊന്നോ എന്തോരം വെറൈറ്റി ചമ്മന്തിയാണ്, അടിപൊളി സാമ്പാറും. നമുക്ക് കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. ഒരു ദോശ കഴിക്കേണ്ടവൻ 2 ദോശ കഴിക്കും. പിന്നെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂരിക്കും കണ്ട് 2 90 ഗ്രാം, ഈ ദോശയ്ക്കാണെങ്കിൽ 70 80 അത്രയൊക്കെ വരും. പിന്നെ എനിക്ക് ഇത്രയും ചമ്മന്തിയും കാര്യങ്ങളൊക്കെ തരുന്നതുകൊണ്ടാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പോയത്. ഇവിടുത്തെ അടുത്തൊരു പ്രത്യേകത, ട്രാൻസ്പോർട്ട് ബസ്സിൽ പെണ്ണുങ്ങൾക്ക് ലേഡീസിന് ടിക്കറ്റ് വേണ്ട. ആ ഒരു നിയമം അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ഷെയർ ഓട്ടോ ഇട്ട് നമ്മൾ താമസ സ്ഥലത്തേക്ക് പോയി. അവിടെ എത്തിയപ്പോഴത്തേക്ക് റൂം ക്ലീൻ ചെയ്യുന്നതേ ഉള്ളായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് പണ്ടാൻ പറഞ്ഞ്. അപ്പം നമ്മളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഇരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആ സമയത്ത് എന്തായാലും ബ്രഷും പേസ്റ്റും ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു, അതെല്ലാം ഞാൻ പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഈ അക്കയുടെ കടയിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഈ അക്ക ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ പറഞ്ഞ തമിഴിൽ പറഞ്ഞതൊക്കെ അക്കയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. കത്തിയതുകൊണ്ട് ആൾ പെട്ടെന്ന് നമുക്ക് എടുത്തുകൊണ്ട് തന്നു. പിന്നെയാണെങ്കിൽ തിരിച്ച് വന്നപ്പോൾ ഒരു കൊച്ചു ഐസ്ക്രീം തരുന്ന കണ്ടപ്പോൾ എനിക്ക് കൊതി വന്നു.
അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാൻ മാത്രമല്ലേ പോയുള്ളൂ, അപ്പോൾ എനിക്ക് ഐസ്ക്രീം മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഐസ്ക്രീമിന് ഇവിടെ വിലക്കുറവാണ്. 10 രൂപയുടെ ഐസ്ക്രീമാണ് ഈ ഇരിക്കുന്ന എല്ലാ ഐറ്റംസും കേട്ടോ. 10 രൂപയ്ക്ക് എന്തൊരു ലാഭമാണ്. അപ്പം ഞാനാണെങ്കിൽ ഓർത്ത് കോൺ തിന്നാം, 10 രൂപയല്ലേ കോൺ. ആദ്യം ഞാൻ 10 രൂപയുടെ ഇതാണ് എടുത്തത്, പിന്നെ ഓർത്ത് കോണ് തിന്നാന്ന്. പക്ഷേ അത് മതിയായിരുന്നു, അതിനകത്ത് മൊത്തം ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഇതിനകത്ത് കോൺ വരുമ്പോൾ ലാസ്റ്റ് കോണ് തിന്നണ്ടേ. അപ്പം ഞാൻ പിന്നെ എന്നാലും കോണിൻ്റെ കൊതി കൊണ്ട് കോണെടുത്ത് ഞാനിങ്ങനെ പൊളിച്ച് തിന്നാം. അവരാരും കണ്ടതുമില്ല അറിഞ്ഞതുമില്ല ഞാൻ ഈ തിന്നുന്നതൊന്നും. ഞാൻ മാത്രമല്ലേ വന്നത്, അവർ അവിടെ റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞാൻ ആസ്വദിച്ച് ഈ ചൂടായതുകൊണ്ട് കൂൺ നിന്നപ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കൂണായിരുന്നു. പക്ഷേ 10 രൂപയ്ക്ക് വെർത്താണോ എന്ന് ചോദിച്ചാൽ 10 രൂപയല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് റൂമെല്ലാം ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞ് നമ്മൾ ലിഫ്റ്റ് കയറി മേളിലോട്ട് ചെന്നപ്പം ഈ അക്കയാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് 3ാമത്തെ ഫ്ലോറിലായിരുന്നു റൂം കിട്ടിയത്. നമ്മളെ റൂമെല്ലാം കൊണ്ട് പരിചയപ്പെടുത്തിയിട്ടാണ് ഈ ചേച്ചി തിരിച്ചു വന്നത്. അതുവരെ നമ്മുടെ കൂടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് നിന്ന് കേട്ടോ. റൂമിൻ്റെ കാര്യം പറയാനാണെങ്കിൽ പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി റൂമാണ് നമ്മളെടുത്തത്. നമ്മൾ 6 പേരുണ്ടായിരുന്നു. 6 പേർക്കും കൂടെ നമ്മൾ ഈ ഒരു റൂമും എക്സ്ട്രാ ബെഡും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് റൂമും കാര്യങ്ങളും ഇഷ്ടപ്പെട്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു റൂം കേട്ടോ. AC റൂമുമാണ് എടുത്തത്. ബെഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൂപ്പറാണ്. കിടന്നാൽ പിന്നെ എണീക്കാൻ തോന്നിയില്ലായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫ്രഷ് ആയിട്ടൊന്ന് കിടന്നുറങ്ങി. വൈകുന്നേരമാണ് നമ്മൾ തഞ്ചാവൂരിലോട്ട് പോകാൻ, ക്ഷേത്രത്തിലോട്ട് പോകാൻ റെഡിയായത്. സോനുവാണ് എനിക്ക് മുടി കെട്ടിക്കൊണ്ട് തന്നത്. ഞാൻ പറഞ്ഞ സോനു ഈ പ്രാവശ്യം എനിക്ക് മുടി കെട്ടിത്തരണം. ബാക്കി എല്ലാവരും റെഡി ആവുന്ന ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഞാൻ ചെറിയ ഷോർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ ബൊമ്മ കണ്ടില്ലേ, ഇവിടുത്തെ ഒരു പ്രത്യേകതയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ 300 രൂപയാണ് സ്റ്റാർട്ടിങ്. 300 രൂപയുടെ ചെറിയൊരു ബൊമ്മയാണ് നമ്മൾ മേടിച്ചത്. 2 എണ്ണം നിൽക്കുന്ന വലിയ ബൊമ്മയൊക്കെ വരുമ്പോഴത്തേക്ക് 1700 രൂപയൊക്കെ വരും എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ എൻട്രിങ്ങിൻ്റെ അവിടെ മുല്ലപ്പൂ പിച്ചിപ്പൂ ഒക്കെ നിൽക്കും. നമ്മൾ പിച്ചിപ്പൂവാണ് എടുത്തത്. പിന്നെ ഇതിനകത്തോട്ട് കയറി എൻ്റെ പൊന്നോ നമുക്ക് ഇറങ്ങാനേ തോന്നത്തില്ല. എന്തൊരു തണുത്ത കാറ്റാണ്, ഫുൾ ടൈം കാറ്റാണ്. വെയിലത്തൊന്നും ഒരു ചൂടും കാര്യങ്ങളും ഒന്നും ആകത്തില്ലായിരുന്നു. ഈ പാറയൊക്കെ കണ്ടില്ലേ, ഈ ഒറ്റ പാറയ്ക്കകത്ത് ഇതൊക്കെ എങ്ങനെ കൊത്തിയെടുത്തെന്നാണ് ഒരു അത്ഭുതം തന്നെ ആയിരുന്നേ. നമ്മുടെ ഇന്ത്യയിലെ അത്ഭുതങ്ങളിൽ ഇതൊരു അത്ഭുതം ആയതിൽ യാതൊരു മാറ്റവും. കാരണം അത്രയും ഭംഗിയിലാണ് ഈ ശില്പങ്ങളെല്ലാം ഇവിടെ ചെയ്തു വെച്ചത്. അത് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ പോലീസുകാരാണ്. നമ്മൾക്ക് വഴി പറഞ്ഞ് നമ്മളെ കറക്റ്റ് സൈഡിൽ അവർ കൊണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ പൊക്കോ ഇതുവഴിയാണെന്നൊന്നും അല്ല അവർ പറയുന്നത്, നമ്മുടെ കൂടെ വന്ന് നമ്മളെ കൊണ്ടാകും. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള നല്ല പ്രത്യേകതകളുണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. നമ്മുടെ നാട് പോലുള്ളൊരു കാര്യങ്ങളല്ലായിരുന്നു. അത്യാവശ്യം നല്ല ആൾക്കാരുടെ സഹകരണവും നല്ലതായിരുന്നു. പിന്നെ ഇവിടുത്തെ ബൊമ്മ അത് പറയണ്ടേ, എവിടെ കണ്ടാലും ഈ ബൊമ്മ ഇരിക്കുന്നതാണ്. പിന്നെ നന്ദുവാണെങ്കിൽ നടക്കാത്തത് കൊണ്ട് സോനുവാണ് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. സാരി എടുത്താൽ ആളെ എടുത്തുകൊണ്ട് നടക്കണം. ആൾക്ക് നടക്കാൻ വയ്യ, കാലുവേദന എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കണ്ട. നമ്മളൊരു 4 മണിയായപ്പോൾ അകത്ത് കയറി. നമ്മളൊരു 6:30-7 മണിയായപ്പോൾ ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് വീണ്ടും പെരിയ കോവിലിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാം, ഞാനും കുഞ്ചിയും നന്ദുവും പൊറോട്ട കുക്കും എല്ലാം ഞങ്ങളെല്ലാവരും പൊറോട്ട ഓർഡർ ചെയ്തിട്ട്, കുഞ്ഞമ്മയാണെങ്കിൽ പൊടിദോശയാണ് ഓർഡർ ചെയ്തത്. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇഡലി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു, പക്ഷേ ഇഡലിയുടെ കാര്യം ശ്രദ്ധിച്ചില്ല. അല്ലാതെങ്കിൽ ഇഡലി മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച്. പൊറോട്ടയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പിന്നെ വിശക്കത്തില്ലല്ലോ എന്ന് ഓർത്താണ് ആദ്യം പൊറോട്ട മേടിക്കുക. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചൊരിടത്തിരുന്ന് പിന്നെ പെട്ടെന്ന് തന്നെ അവർ എടുത്തു തന്നെ കേട്ടോ. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ഒരു 10 മിനിറ്റ്. അതുവരെ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്ത്. നന്ദു ആണെങ്കിൽ ചിരിക്കാത്തതിന് ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചേ, വല്ലപ്പോഴും ഉള്ളൊരു ചിരിയാണ്. അവളാണെങ്കിൽ നടന്ന് ക്ഷീണിച്ചതുപോലെ ഇരിക്കും, പക്ഷെ ഞങ്ങൾ എടുത്താണ് അവളെ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ നമുക്ക് പൊറോട്ട വന്ന് നല്ല ഇത് കണ്ടില്ല, ഇവിടുത്തെ പ്രത്യേകത ഇലയ്ക്കകത്താണ് എല്ലാ ഫുഡും നമുക്ക് കിട്ടുന്നത്. പൊറോട്ടയുടെ പ്രത്യേകിച്ച് കറികളായിട്ട് സാമ്പാർ, ചമ്മന്തി, വേറൊരു തക്കാളി ചട്നിയും കാര്യങ്ങളും കിട്ടി. ഇതാണ് കുഞ്ഞമ്മയ്ക്ക് കൊണ്ടുവന്ന പൊടിദോശ. അകത്ത് പൊടിയൊക്കെ ഇട്ട ദോശയാണെന്നാണ് പറഞ്ഞത്. എന്ത് പൊടിയാണെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടെ കുഞ്ചനാണെങ്കിൽ 2 പൊറോട്ട മേടിച്ചെങ്കിലും അവൾ 1 പൊറോട്ട കഴിച്ചുള്ളായിരുന്നു. നന്ദവനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ചൻ കഴിക്കുന്ന കണ്ടുകൊണ്ട് 1 ഉരുള വാരിയെങ്കിലും ഞാൻ പിന്നെ വാരി കൊടുത്തു. കാരണം അല്ലെങ്കിൽ അവൾ കഴിക്കത്തുമില്ല, പിന്നെ വിശക്കുകയും ചെയ്യും. പക്ഷേ ഇവിടുത്തെ സാമ്പാർ എൻ്റെ പൊന്നു മക്കളെ കിഡില്ല സാമ്പാറാണ്. തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ സാമ്പാർ കേട്ടോ. പിന്നെ ഈ 3 കൂട്ടം ചമ്മന്തി കാര്യങ്ങൾ. പിന്നെ നമ്മൾ എന്ത് ഓർഡർ ചെയ്താലും അവർ കൊണ്ടുതരും. ചിക്കനും ബീഫും കിട്ടില്ല, അതൊഴികെ ബാക്കി എന്ത് ഫുഡും ഇവിടെ കിട്ടും. അതെനിക്ക് തോന്നി ഈ ഒരു ഏരിയയാണ്. ഈ ഏരിയ വിട്ട് കഴിഞ്ഞാൽ ബാക്കി കിട്ടും. കുഞ്ഞമ്മയുടെ പൊടിദോശ ടേസ്റ്റ് ചെയ്ത് നോക്കി, അത് അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് നമ്മൾ കൈ വെക്കണമല്ലോ, ആ കൈ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓംപ്ലേറ്റ് കിട്ടുമെന്ന് അറിഞ്ഞ് ഓംപ്ലേറ്റ് ഓർഡർ ചെയ്ത് ഞാനും കുക്കും
സോനുവാണ് ഓർഡർ ചെയ്തത്. കുഞ്ഞമ്മയ്ക്കും കുഞ്ചനും വേണ്ടാന്ന് പറഞ്ഞു, നന്ദപ്പനും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഓംപ്ലേറ്റിൻ്റെ പകുതി നന്ദുവാണ് കഴിച്ചത്. അവൾ വേണ്ടാന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ പോട്ടെ പാവല്ലേന്ന് ഓർത്ത് അവൾക്ക് കൊടുത്തു. പിന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുരുമുളക് പൊടി വാരി വിതറി. ഇവിടെ നമ്മളൊരു ഷെയർ ഓട്ടോ പിടിച്ച് വീണ്ടും പെരിയ കോവിലിൽ പോയി. അവിടെ എന്തായാലും എൻട്രിങ് ഒരു 8:30 വരെ ഉണ്ടായിരുന്നു. അപ്പം നൈറ്റ് വ്യൂ ആണ് നല്ലതെന്ന് കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നൈറ്റ് വ്യൂ കാണാമെന്ന് വിചാരിച്ച് ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ 8 മണിക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും വിശക്കുമല്ലോ. രാവിലെ കഴിച്ചിട്ട് റൂമിൽ ചെന്ന് കിടന്നുറങ്ങി. വൈകിട്ട് നമ്മളിവിടെ പോയി നൈറ്റാണ് പിന്നെ ഫുഡ് കഴിക്കുക. ഇവരെല്ലാം വിശന്നപ്പോൾ പിള്ളേർക്ക് അങ്ങനെയാണ് വീണ്ടും പോയത്. ഈ നൈറ്റ് വ്യൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നൈറ്റ് പറഞ്ഞാൽ അടിപൊളി വ്യൂ. ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ. അതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 2400 നമ്മളെടുത്ത റൂമിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. നമ്മൾ 6 പേരുണ്ടായിരുന്നു. 6 പേർക്കും നമുക്ക് ബെഡും കാര്യങ്ങളും അവർ സെപ്പറേറ്റ് 2 ബെഡും ഒക്കെ തന്ന്. അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും തോന്നിയില്ല. പിന്നെ നൈറ്റ് ആയപ്പോൾ ഞങ്ങളെല്ലാവരും കിടന്നിട്ട് ഒരു പ്രേതപ്പടം ഇട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.